വാട്ട് ഡു യു മീൻ മിസ് ഉണ്ണിത്താൻ? രാജൻ രാജിയെ ചതിച്ചെന്നോ? രാജിയെ ചതിച്ചില്ല, എന്റെ മകനെയാണ് ചതിച്ചത്. നോ, ഐ കാൻ ബിലീവ് ഇറ്റ്. ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല ചേച്ചി. പക്ഷേ സത്യത്തിന് നേരെ കാണാത്തൊരു കാര്യമില്ല. എന്ത് സത്യമാണ് മിസ്റ്റർ രവി നിങ്ങൾ പറയുന്നത്? രവി നിരത്തി വെച്ചിരിക്കുന്ന ഈ തെളിവുകളിൽ ഏതെങ്കിലും മിസ്സിസ് മേനോന് നിഷേധിക്കാൻ കഴിയുമോ? മിസ്റ്റർ രാജൻ ഇവിടെ ഉണ്ടോ? അവനിവിടെ ഇല്ല. ബാംഗ്ലൂരിൽ അവന്റെ വിജയം ആഘോഷിക്കാൻ പോയിരിക്കുക. ഇതിന് പെട്ടെന്നൊരു തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കരുത് മിസ്റ്റർ ഉണ്ണിത്താൻ. തീരുമാനം ഇനി വൈകിക്കുന്നതാണ് തെറ്റ്. അതിനുവേണ്ടി നാം ഉപേക്ഷിക്കുന്ന ഓരോ നിമിഷവും അവരെ രക്ഷപ്പെടുത്താൻ സഹായിക്കും. അവൻ തിരിച്ചെത്തുന്നതിന് മുമ്പ് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. മിസ്റ്റർ ഉണ്ണിത്താൻ, ഒരച്ഛന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതി. ഐ എം സോറി. മിസ്റ്റർ ഉണ്ണിത്താൻ, എനിക്ക് നിങ്ങളോ രാജനോ ഉണ്ണിയോ രാജിയോ അന്യരല്ല. രക്തബന്ധങ്ങൾ തകരാൻ ഇടവരരുത്. രക്തബന്ധം, അതിന്റെ അർത്ഥം ആ റാസ്കലിന് അറിയാമോ? ഈസ് എ ബ്ലഡ് സക്കിംഗ് ബാസ്റ്റർഡ്. അവനെ ഞാൻ വെറുതെ വിടില്ല മിസ്സിസ് മേനോൻ. ഏതായാലും നിങ്ങൾ രാജി ഒന്ന് വിളിക്കൂ, നമുക്ക് സംസാരിക്കാം. എന്റെ ചേട്ടനെതിരെ ഇനി ഒരു അക്ഷരം നിങ്ങൾ സംസാരിച്ചാൽ ഐ വിൽ ലൂസ് മൈ കോമൺ സെൻസ്. മൈൻഡ് ഇറ്റ്. നിങ്ങൾ വെറുതെ ചൂടായിട്ട് കാര്യമില്ല. ഞങ്ങൾ നിങ്ങളുടെ ചേട്ടനെ തൂക്കിക്കൊല്ലാൻ വന്നതല്ല. എന്റെ സുഹൃത്ത് ഡോക്ടർ ഉണ്ണികൃഷ്ണനെ ചതിച്ചു വന്നതിനെ കുറിച്ച് മനസ്സിലാക്കി തരാൻ വന്നതാ. ഡോക്ടർ രാജിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? അദ്ദേഹം എന്റെ സഹോദരൻ മാത്രമല്ല, എന്റെ അമ്മയും അച്ഛനും എല്ലാം എന്റെ ചേട്ടനാണ്. അതുകൊണ്ടായിരിക്കും ചേട്ടനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. മരിച്ചുപോയത് എന്റെ ഭർത്താവാണ് അച്ഛാ, എന്റെ ഉണ്ണിയേട്ടൻ. പക്ഷെ രാജേട്ടൻ, ചേച്ചി കേക്കൂ, എന്റെ ഉണ്ണിയേട്ടൻ ഒരു തലവേദന വന്ന അന്ന് രാജേട്ടൻ ഉറങ്ങില്ല. ഉറക്കം വരില്ല ചേച്ചി. ആ ചേട്ടനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഈ എവിഡൻസുകളോ? എവിഡൻസോ? ഇതുപോലെ ആയിരക്കണക്കിന് എവിഡൻസ് ഉണ്ടാക്കാൻ എനിക്ക് കഴിയും. നിങ്ങൾക്ക് കാണോ? അതിനെ എതിർക്കാൻ നിയമത്തിൽ വേറെ വകുപ്പുകളും കാണും. ഓഹോ, നിങ്ങൾ എന്നെ നിയമം പഠിപ്പിക്കായിരിക്കും. അഡ്വക്കേറ്റ് രാജു ഉണ്ണികൃഷ്ണനെ കുറിച്ചേ കോടതിയിലൊന്ന് അന്വേഷിച്ച് നോക്ക്. അന്വേഷിക്കാനും പഠിക്കാനും അല്ല ഞങ്ങൾ വന്നത്. രാജിക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു സത്യം മാത്രം ഞാൻ പറയാം, എന്റെ രാജേട്ട് ഒരിക്കലും ഇത് ചെയ്യില്ല. ഈ തെളിവുകൾ നിലനിൽക്കെ ഇത് തീരുമാനിക്കേണ്ടത് ഞാനോ രാജിയോ അല്ലല്ലോ. അച്ഛാ പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. ചേട്ടൻ വരട്ടെ, നമുക്ക് സംസാരിക്കാം. ഞാൻ സംസാരിക്കാം. നോ, ഈ തെളിവുകളൊന്നും അവന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. കാരണം ഇത്രയും വിദഗ്ധമായ രീതിയിൽ ഒരു കൊലപാതകം ചെയ്യാൻ മടിക്കാത്ത ഒരുത്തന് ഇത് നശിപ്പിക്കാൻ വെറും 24 മണിക്കൂറുകൾ മതി. കള്ളന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിക്കാനോ? മിസ്റ്റർ രവീന്ദ്രൻ, വാക്കുകൾ അളന്ന് സംസാരിക്കണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന വെച്ച് അത് ഞാൻ വിശ്വസിക്കണം എന്നാണോ? നേരിൽ കണ്ടാൽ പറഞ്ഞാലോ? ഓഹോ, നിങ്ങളായിരിക്കും നേരിൽ കണ്ടത്. ഞാൻ കണ്ടാലും രാജന്റെ സഹോദരി വിശ്വസിക്കണമെന്നില്ലല്ലോ. അഥവാ അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ ഞാൻ വിശ്വസിക്കണമെന്നില്ല. കാരണം നിങ്ങളുടെ സത്യം എന്താണെന്ന് എനിക്ക് നേരത്തെ അറിയാമല്ലോ. ചേച്ചി, എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. നേരിൽ കണ്ടവരുണ്ട് കുട്ടി. മിസ്റ്റർ രവി, നേരിൽ കണ്ട ആളെ വിളിക്കേ. ഗോപി, ചേച്ചിക്കൊന്ന് പറഞ്ഞു മനസ്സിലായിക്കൂടെ? ഗോപി, ഗോപി, നിനക്ക് എന്തറിയാം? ഞാനും രാജേട്ടനുമായുള്ള ബന്ധത്തെ കുറിച്ച് നിനക്ക് നല്ലോണം അറിയാം. കള്ളം പറയരുത്, ഇത് കുടുംബത്തിന്റെ പ്രശ്നമാണ്. നീ എന്താണ് കണ്ടെന്ന് വെച്ചാ അത് പറഞ്ഞു. നുണ പറയരുത്. പറ. ചേച്ചി, പറയാൻ ബുദ്ധിമുട്ടുണ്ട്. സാരമില്ല, പറഞ്ഞു. എന്താണെന്ന് വെച്ചാ പറ. ഞാൻ അന്ന് രാവിലെ കാശത്ത് ക്ലീൻ ചെയ്യാൻ ചെന്നപ്പോൾ രാജൻ സാർ വണ്ടിയുടെ ബ്രേക്ക് മുറിക്കുന്നത് ഞാൻ കണ്ടതാണ്. നീ കണ്ടത് ശരിയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഞാൻ നേരിൽ കണ്ടതാണ് ചേച്ചി. എടീ, നിനക്ക് 1000 ഭർത്താക്കന്മാരെ ഇനിയും കിട്ടും. നീ നിന്റെ ചേട്ടനെ സഹായിച്ചോടി. പക്ഷേ എനിക്ക് ഒറ്റ മകനെ ഉണ്ടായിരുന്നു.
ഒരേ ഒരു മകൻ. ആ മകനെ ചതിച്ചവനെ ഞാൻ പിച്ചു ചീന്തു. മിസ്റ്റർ രവി, കമോൺ. അച്ഛാ, ഇത് അച്ഛന്റെ മകന്റെ മാത്രം പ്രശ്നമല്ല, പൊട്ടിപ്പോയ എന്റെ കെട്ടുകാലിയുടെ പ്രശ്നമാണ്. എന്റെ കുഞ്ഞിന്റെ അച്ഛന്റെ കൊലപാതകത്തിന്റെ പ്രശ്നമാണ്. എന്റെ ഭർത്താവിനെ ചതിച്ചു കൊന്നവൻ ആരായിരുന്നാലും അവനോട് ഞാൻ പ്രതികാരം ചെയ്യും. അഡ്വക്കേറ്റ് രാജു ഉണ്ണീഷാണ് ഈ പറയുന്നത്. സത്യം. എവിടെ പോകുന്നു ചേച്ചി? ചേച്ചി, ഒരു മിനിറ്റ്, ക്യാഷ് കൊടുത്തേക്ക്. ശോഭേ, എടുത്തു വെക്ക്. രാജി എവിടെ? ചേച്ചി ഒരു ടാക്സി വന്ന് സൂട്ട് കേസ് എല്ലാം എടുത്തോണ്ട് പോയി. എവിടെ? അറിയില്ല. നീ ഒന്നും ചോദിച്ചില്ലേ? ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. ആ, ഞാനാടി. ഇതവിടെ അടുത്ത് വരുന്ന് പോണം. രാജു ഇവിടെ വന്നോ? അച്ഛാ, രാജു വന്നോ? നീ എന്താ പറയാതെ വന്നത്? എന്താടി പറയാതെ പോന്നെന്ന്? ആരോട് പറയാൻ? എന്താ പറയാൻ ആരുമില്ലേ? പോരണമെന്ന് തോന്നി പോന്നു. നിന്റെ ചേട്ടനല്ലേ നിന്നെ അവിടെ കൊണ്ടു നിർത്തിയത്? അറ്റ്ലീസ്റ്റ് അങ്ങനെ വരുന്നവരെങ്കിലും. ആരാണ് ഈ ചേട്ടൻ? ഓഹോ, ചേട്ടനെ അറിയില്ല അല്ലേ? നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചാണ് പറയുന്നത്. എന്താ, വല്ല സംശയമുണ്ടോ? സംശയം ഉണ്ടായിരുന്നു, അത് തീർന്നപ്പോഴാണ് പോന്നത്. അയാൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരുന്നാ മതി, എനിക്ക് എന്റെ കാര്യമൊന്നുമില്ല. എന്താടി പറഞ്ഞത്? അയാളോ? പിന്നെന്താണോ വിളിക്കേണ്ടത്? അയാളൊരു മഹാരാജാവോ? എടി നന്ദി കെട്ടവളെ, അദ്ദേഹത്തിനെതിരെ സംസാരിക്കാൻ നിന്റെ നാവ് എങ്ങനെ പൊങ്ങി? എനിക്കും ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് എന്ത് പറ്റി നിങ്ങൾക്ക് അറിയാമോ? അത് ലോകം മുഴുവനും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ഉണ്ണീട്ടിന് എന്താ സംഭവിച്ചതെന്ന് ഈ ലോകത്തിൽ ആർക്കും അറിയില്ല. പക്ഷെ നിങ്ങളുടെ ഭർത്താവിനറിയാം, ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാം. അധികം നാൾ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്കാവില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പുറത്തു കൊണ്ടുവരും. നീ എന്താ ഭീഷണിപ്പെടുത്തുകയാണോ? ഭീഷണിയല്ല, ചാലഞ്ച്. ഇറ്റ്സ് എ ചാലഞ്ച്. എന്റെ ഭർത്താവിനെ ചതിച്ചു വന്ന നിങ്ങളുടെ ഭർത്താവിനെതിരെയുള്ള വെല്ലുവിളി. എന്ത് ചതിച്ചെന്നോ? ഒന്നും അറിയില്ല, പാവം. അഭിനയം മനോഹരമായിരിക്കുന്നു. അഭിനയിക്കുന്ന നീയാണ്, എനിക്ക് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനാണ് അനുഭവിച്ചതും എന്റെ കുടുംബവും. നീ എന്ത് അനുഭവിച്ചെന്നാ പറയുന്നത്? ഇനി എന്ത് അനുഭവിക്കാൻ? സ്വന്തം സഹോദരിയുടെ കെട്ടുകാലി പൊട്ടിച്ചുകൊണ്ടുള്ള ഒരു വിദേശ യാത്ര. എടി, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ചിട്ട് കർണക്കുത്തി ഞാൻ പൊട്ടിക്കും. പേടിപ്പിക്കരുത് ശ്രീമതി. എടി, അച്ഛനും അമ്മയില്ലാത്ത നിന്നെ വളർത്തി പഠിപ്പിച്ച് വലുതാക്കി നിനക്ക് ഇഷ്ടപ്പെട്ട ഒരുത്തിനെ കല്യാണം കഴിപ്പിച്ചെന്ന നിന്റെ ചേട്ടനെ കുറിച്ചാണ് നീ പറയുന്നത്? ചേട്ടനോ? വെളുക്കുന്നവരെ സ്വർണം കൊടുത്ത് ഉറക്കി വെളുക്കാറായപ്പോ ചിരിച്ചുകൊണ്ട് കഴുത്തി കത്തിവെച്ച് ദ്രോഹിയെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇനി ഒരു അക്ഷരം നീ സംസാരിച്ചാൽ ഒന്നല്ല 100 പ്രാവശ്യം പറയും. നിങ്ങൾക്ക് അയാൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. നിന്റെ ഭർത്താവിനെ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്?
എന്ത് ചെയ്തെന്നു? അയാൾക്ക് വേണമെങ്കിൽ എന്റെ ഭർത്താവ് എന്റെ പേര് വാങ്ങിയിട്ടുള്ള എസ്റ്റേറ്റ് മുഴുവൻ ഞാൻ എഴുതി കൊടുക്കുമായിരുന്നു. എനിക്ക് എന്റെ ഉണ്ണിയേട്ടന്റെ ജീവൻ മാത്രം തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. രാജി, ഉണ്ണിയേട്ടന് എന്ത് സംഭവിച്ചെന്നാ പറയുന്നത്? എന്ത് സംഭവിച്ചെന്നോ? നിഷ്കളങ്കനായ ആ മനുഷ്യനെ ചതിച്ചു കൊല്ലാൻ ഹൃദയമുള്ളവരത്തിന് കഴിയോ? രാജേട്ടൻ എന്ത് രാജേട്ടൻ ചതിച്ചെന്നോ? എന്തിന്? നോ, ഇല്ല, ഒരിക്കലുമില്ല. ഈശ്വരനെ മറന്ന് സംസാരിക്കരുത് രാജി, പ്ലീസ്. ഈശ്വരൻ പോലും പൊട്ടിക്കരഞ്ഞ് ക്രൂരമായ ചതിയുടെ ചരിത്രമാണ് നിങ്ങളുടെ ഭർത്താവെ ദ്രോഹിക്കുള്ളത്. എന്റെ നെറ്റിയിൽ കുങ്കുമമാണ് അയാൾ മായ്ച്ചത്. എന്റെ കഴുത്തിലെ താലിയാണ് അയാൾ പൊട്ടിച്ചെറിഞ്ഞത്. ഇതിൽ കൂടുതൽ നീ സംസാരിക്കരുത്. ഇതുവരെ ഞാൻ സഹിച്ചത് അദ്ദേഹത്തിന് വേണ്ടി മാത്രമാണ്. മിസ്സസ് നിർമ്മല രാജേരൻ, ഞാൻ പഠിച്ച നിയമത്തിന് അർത്ഥമുണ്ടെങ്കിൽ, ഞാൻ ചൊരിഞ്ഞ കണ്ണുനീരിന് വിലയുണ്ടെങ്കിൽ, എന്റെ ഭർത്താവിനെ ചതിച്ചുകൊണ്ട് നിങ്ങളുടെ ഭർത്താവിന്റെ കഴുത്തിൽ കൊലക്കയറിയിട്ടില്ലെങ്കിൽ എന്റെ പേര് അഡ്വക്കേറ്റ് രാജി ഉണ്ണികൃഷ്ണൻ എന്നല്ല. എന്താടി നീ പറഞ്ഞത്? നീ പഠിച്ച അതേ നിയമം തന്നെയാണടി ഞാനും പഠിച്ചത്. നീ ചൊരിഞ്ഞ അതേ കണ്ണുനീര് തന്നെയാണടി നിന്റെ ഭർത്താവിന് വേണ്ടി ഞാനും ചൊരിഞ്ഞത്. നിരപരാധിയായ എന്റെ ഭർത്താവിന്റെ കഴുത്തിൽ നീ ഇടുന്ന കൊലക്കയർ കൊടിച്ചു പൊട്ടിച്ച് നിന്റെ മുഖത്ത് കാക്കിച്ച് തുപ്പിയിട്ടേ ഈ അഡ്വക്കേറ്റ് നിർമ്മല രാജശേഖരൻ പോകൂ. നിൽക്കൂ. ഭർത്താവിന് വേണ്ടി ശുപാർശയ്ക്ക് വന്നതായിരിക്കും. അല്ല. പിന്നെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കാൻ വന്നതോ? വിൽ യു പ്ലീസ് സ്റ്റോപ്പ്? ഇടീ, എന്റെ മകനെ ചതിച്ചുവന്നതിനെതിരെ എന്റെ തറവാടിന്റെ തറക്കല്ല് വരെ വിറ്റ് ഞാൻ കേസ് പറയും. അവൻ കൊലക്കയറിൽ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുന്നത് കണ്ട് എനിക്ക് പൊട്ടിച്ചിരിക്കണം. മിസ്റ്റർ ഉണ്ണിത്താൻ, അച്ഛ അച്ഛന്ന് മാത്രമേ നിങ്ങളെ ഞാൻ ഇതുവരെ വിളിച്ചിട്ടുള്ളൂ. അതേ നാ കൊണ്ട് മറിച്ച് വിളിപ്പിക്കരുത്. പണം, നിങ്ങൾക്കോ നിങ്ങളുടെ പണത്തിനോ എന്റെ ഭർത്താവിന്റെ ഒരു രോഗത്തിൽ സ്പർശിക്കാൻ കഴിയില്ല. ബി കെയർഫുൾ. ചേച്ചി, ഇത് ലോക്സാറിനുള്ള വാറണ്ട. ഇതെവിടുന്ന് കിട്ടി? ബെഞ്ച് ക്ലാർക്ക് സീൽ വയ്ക്കാൻ തന്നതാ. ഞാൻ അറിയാതെ ഒരു കോപ്പി എടുപ്പിച്ചു. രാജി, രാജി, രാജി ഇവിടെ? രാജി ചേച്ചി വീട്ടിലേക്ക് പോയി. എപ്പോ? 2 ദിവസമായി. എമ്മേ, എന്ത് വാറണ്ടോ? എന്ത്? ഉണ്ണിയെ എന്താ ഇത്? എന്തോ കുഴപ്പമുണ്ടല്ലോ. ഏയ്, അവളായിരിക്കില്ല. ഞാനിപ്പോ വരാം. നിൽക്കണം. ചേട്ടനോട് പോന്നു. ഞാൻ രാജയെ കണ്ടുവരാം. നിൽക്കണം. ചേട്ടൻ ഇനി ആ വീട്ടിൽ പോകരുത്. എന്താ കാരണം? കാരണം തൽക്കാലം ചേട്ടൻ അറിയണ്ട. അതെന്താ? അവളിപ്പോ റിട്ടയർഡ് IG ഉണ്ണിത്താന്റെ മരുമകളാ. അവൾക്കിങ്ങനെ ഒരു ചേട്ടനില്ല അത്രേ. നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? ഭ്രാന്ത് എനിക്കല്ല, അവൾക്കാ. നിമ്മേ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് എന്റെ പെങ്ങളെ അനാവശ്യം പറയരുത്. അവൾ പറഞ്ഞ അനാവശ്യം കേട്ടതേ ഞാനാ. തലയെ കയറ്റി വെച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ. അവൾ എന്ത് പറഞ്ഞെന്നാ നീ പറയുന്നേ? അവൾ പറഞ്ഞതോ, ഉണ്ട ചോറിന് നന്ദിയില്ലാത്ത വർഗം. നിമ്മേ, അവൾ എന്റെ പെങ്ങളാണ്. പെങ്ങൾ? അവൾ നിങ്ങളുടെ പെങ്ങളല്ല, പിശാചാണ്. നീ ഇന്നലെ വന്നവളാണ്ടേ എന്റെ പെങ്ങളെ കുറിച്ച് ഒരു അച്ഛൻ സംസാരിച്ചു പോരും.